ലക്ഷക്കണക്കിന് വരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന സുപ്രധാനമായ ഒരു നയമാറ്റത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. കാലങ്ങളായി തുടരുന്ന പെൻഷൻ വിതരണ രീതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താനും കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലേക്ക് പൂർണ്ണമായി മാറാനുമാണ് ധനകാര്യ വകുപ്പിന്റെ നീക്കം. നിലവിലെ സംവിധാനത്തിൽ അനുഭവപ്പെടുന്ന സാങ്കേതികവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുക, അർഹരായ ആളുകളിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം തടസ്സമില്ലാതെ എത്തിക്കുക എന്നതാണ് ഈ പുതിയ തീരുമാനത്തിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ. നിലവിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗം ആളുകൾക്കും സഹകരണ ബാങ്കുകളുടെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കളക്ഷൻ ഏജൻസികൾ മുഖേന പണം വീടുകളിൽ നേരിട്ടെത്തിക്കുകയാണ്. ഈ രീതി ബാങ്കുകളിൽ പോകാൻ കഴിയാത്തവർക്കും സാങ്കേതിക ജ്ഞാനം കുറഞ്ഞ മുതിർന്ന പൗരന്മാർക്കും ഏറെ ആശ്വാസകരമായിരുന്നു. എന്നാൽ വരാനിരിക്കുന്ന പുതിയ പരിഷ്കാരത്തോടെ വീടുകളിൽ നേരിട്ടെത്തി പണം നൽകുന്ന രീതി അവസാനിപ്പിക്കുകയാണ്. പകരം ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് DBT സംവിധാനം വഴി തുക നേരിട്ട് ചെയ്യുന്ന രീതി നടപ്പിലാക്കും. തത്വത്തിൽ ധനകാര്യ വകുപ്പ് ഇതിന് അംഗീകാരം നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇതിനായി വിപുലമായ സാങ്കേതിക സജ്ജീകരണങ്ങളാണ് ഒരുങ്ങി വരുന്നത്. പെൻഷൻ വിതരണ സംവിധാനം DBTയിലേക്ക് മാറ്റുന്നതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളും സാമ്പത്തിക ബോധ്യങ്ങളുമുണ്ട്. സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് വീടുകളിൽ നേരിട്ടെത്തിച്ച് പെൻഷൻ വിതരണം ചെയ്ത ശേഷം മിനിമം തുക കഴിഞ്ഞ് ബാക്കി വരുന്ന പെൻഷൻ തുക സമയബന്ധിതമായി സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കുന്നതിൽ സഹകരണ സംഘങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ കാലതാമസം നേരിടാറുണ്ട് എന്നതാണ്. ഇത് സർക്കാരിന്റെ സാമ്പത്തിക ക്രമീകരണങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. അതോടൊപ്പം ഒരേ വ്യക്തിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയോ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയോ ഒന്നിലധികം പെൻഷനുകൾ ലഭിക്കുന്ന സാങ്കേതിക പിഴവുകൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആധാർ അധിഷ്ഠിത DBT സംവിധാനം നിലവിൽ വരുന്നതോടെ ഇത്തരം ക്രമക്കേടുകളും ഇരട്ടിപ്പുകളും പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. കൂടാതെ വീടുകളിൽ ചെന്ന് പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി സഹകരണ സംഘങ്ങൾക്കും ഏജൻസികൾക്കും സർക്കാർ പ്രത്യേക ഇൻസെന്റീവ് നൽകേണ്ടതുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യത്തിൽ ഈ ഇൻസെന്റീവ് തുക സർക്കാരിന് വലിയൊരു അധിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ വഴിയുള്ള ധനസഹായം വിഹിതം ലഭിക്കണമെങ്കിൽ DBT മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് വഴി അല്ലാതെ വിതരണം ചെയ്യുന്ന പെൻഷനുകൾക്ക് കേന്ദ്ര വിഹിതം നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാർ അതിവേഗം DBTയിലേക്ക് മാറുന്നത്. പെൻഷൻ വിതരണം പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടുകൾ വഴി ആക്കുമ്പോഴും മാനുഷിക പരിഗണന അർഹിക്കുന്ന ചില വിഭാഗങ്ങൾക്ക് സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ചിലത് കിടപ്പിലായ രോഗികൾ, വാർദ്ധക്യ സഹജമായ കഠിനമായ അസുഖമുള്ളവർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ബാങ്കിൽ നേരിട്ടെത്തി പണമെടുക്കാൻ സാധിക്കില്ല. ഇത്തരം ആളുകൾക്ക് വീടുകളിൽ നേരിട്ട് പെൻഷൻ നൽകുന്ന രീതി തുടരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇതിനായി പ്രത്യേക പട്ടിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി തയ്യാറാക്കുകയും ചെയ്യും. എന്നാൽ പുതിയ വിതരണ രീതി നിലവിൽ വരുമ്പോൾ തടസ്സമില്ലാതെ പെൻഷൻ ലഭിക്കുന്നതിന് ഗുണഭോക്താക്കൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. പെൻഷൻ തുക തടസ്സമില്ലാതെ ലഭിക്കാൻ ഗുണഭോക്താവിന്റെ ബാങ്കിലും ആധാർ നമ്പർ നിർബന്ധമായും ലിങ്ക് ചെയ്തിരിക്കണം. ദീർഘകാലമായി ഇടപാടുകൾ നടത്താത്തതിനാൽ ബാങ്ക് അക്കൗണ്ട് നിഷ്ക്രിയമായ അവസ്ഥയിലാണെങ്കിൽ ആ ബാങ്കിൽ നേരിട്ടെത്തി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പെൻഷൻ മസ്റ്ററിംഗ് പോർട്ടലുകൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. എന്നാൽ വീണ്ടും പെൻഷൻ വിതരണത്തിൽ അഴിച്ചുപണികൾ നടത്തുന്നുവെന്ന് പറഞ്ഞ് കയറൂരുന്നവരോട് പെൻഷൻ വിതരണത്തിലെ ഈ സമഗ്ര മാറ്റം പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് നടപ്പിലാക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പുതിയ സംവിധാനം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരുന്ന തീയതി ധനകാര്യ വകുപ്പ് പിന്നീട് പ്രത്യേകം പ്രഖ്യാപിക്കുകയും ചെയ്യും. ലക്ഷക്കണക്കിന് വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുക, അവ ആധാറുമായി മാപ്പ് ചെയ്യുക, തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള പരിശോധനകൾ പൂർത്തിയാക്കുക തുടങ്ങിയ സാങ്കേതിക നടപടികൾക്ക് സമയം ആവശ്യമാണ്. അതിനാൽ പരിവർത്തന ഘട്ടത്തിൽ താൽക്കാലികമായി ബാങ്ക് അക്കൗണ്ട് വഴിയും സഹകരണ സംഘങ്ങൾ വഴിയുള്ള നേരിട്ടുള്ള വിതരണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യതയും. ചുരുക്കത്തിൽ ഇടനിലക്കാരില്ലാതെ അർഹതപ്പെട്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ഗുണഭോക്താക്കളുടെ കൈകളിൽ കൃത്യസമയത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ സോഷ്യൽ വെൽഫെയർ പെൻഷൻ വിതരണത്തിൽ ഈ ചരിത്രപരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്.